നമ്മളെ ഒരു തൈക്ക് 5 രൂപ വിലയ്ക്ക് മുളക് തൈ വാങ്ങിച്ച് നട്ടില്ലേ, നമ്മൾ അരി വാങ്ങിക്കുന്ന സഞ്ചിക്കകത്തില്ലേ. അപ്പം ഒരു 3 തൈ ഞാൻ പെയിന്റ് ബക്കറ്റിനകത്തിലാക്കി വേറെ മാറ്റി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതെല്ലാം മുളക് പഴുത്ത് നിൽപ്പുണ്ട് കണ്ടോ. ഇതെല്ലാം അങ്ങ് പറിച്ചെടുക്കാവേ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ പെയിന്റ് ബക്കറ്റിനകത്തിൽ അതിലെ 3 തൈകൾ വെച്ചെന്നാ കണ്ടോ. 1 2 3 ഉണ്ടേ. അതിൽ നിറയും പഴുത്ത് നിൽക്കുക കണ്ടോ. കുറച്ച് ചാണകപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതുപോലെ സവാളയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ തൊലി, മുട്ടത്തോട്, പിന്നെ കഞ്ഞിവെള്ളം അങ്ങനത്തെ ഒക്കെ ഒഴിച്ചു കൊടുത്തതേ ഉള്ളേ. പിന്നെ മത്തിക്കഷായം ഉണ്ടല്ലോ, അതും ഇത്തിരി ഒഴിച്ചു കൊടുക്കും വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത്. കണ്ടോ നമ്മുടെ ലാസ്റ്റ് ചീനിയിലെ മുളകും കൂടെ പറിച്ചെടുക്കാവേ. മുളകിൻ്റെ വെയിറ്റ് കൊണ്ടേ ഇതിൻ്റെ ശിഖരങ്ങൾ ഇങ്ങനെ അങ്ങ് താഴ്ന്നു കിടക്കുമായിരുന്നേ. ഒടിഞ്ഞു പോകുമെന്നുള്ള ഇത് വന്നപ്പോഴാണ് നമ്മൾ ഇതുപോലെ പെയിന്റ് ബക്കറ്റിലോട്ട് മാറ്റിയിട്ട് ഇതുപോലെ കമ്പ് വെച്ച് കെട്ടിക്കൊടുത്തതേ. 30 രൂപയുടെ മുളക് തൈ വാങ്ങിച്ചു വെച്ചപ്പോൾ നമുക്ക് ഇത്രയും മുളക് കിട്ടും. രൂപയുടെ മൂല്യമല്ല, മുളകാണ്. വിഷമില്ലാത്ത മായമില്ലാത്ത മുളക്.